ആഘോഷിക്കാൻ പാടില്ലാത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ നടന്നു. മകൻ അപ്പനോട് പുറത്തു പോകാൻ കാറ് ചോദിച്ചു. മകൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം കൊടുത്തില്ല. അപ്പോൾ ഉടനെ മകൻ ബൈക്കിൽ നിന്ന് പെട്രോൾ എടുത്ത് കാറിലൊഴിച്ച് കാറ് കത്തിച്ചു കളഞ്ഞു. അതും പോരാഞ്ഞിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലി തകർത്തു. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അപ്പൻ പോലീസിനെ വിളിച്ചു. മകനെ അറസ്റ്റ് ചെയ്തു. മകൻ്റെ വയസ്സ് 21. ഇത് വളരെ റെയറായിട്ട് നടക്കുന്ന സംഭവമായിട്ട് തള്ളിക്കളയരുത്. ഇത് നമ്മുടെ പല വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല വീട്ടുകാരത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. വളരെ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് മക്കളിങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നത്. ബൈക്ക് പിടിച്ചു കൊടുത്തില്ല, മൊബൈൽ പിടിച്ചു വെച്ചു, കൂട്ടുകാരോട് പിക്നിക്കിന് പോകാൻ പൈസ കൊടുത്തില്ല. അതിൻ്റെയൊക്കെ പേരിൽ കുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൈക്കാട്രിസ്റ്റ് CJ ജോൺ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കാലം മാറി, അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകണം. കുട്ടികളായിട്ട് ക്വാളിറ്റി ടൈം വീട്ടുകാർ സ്പെൻഡ് ചെയ്യണം. അവരെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം എന്താണ് ആഗ്രഹം, എന്താണ് അത്യാഗ്രഹം. കുട്ടികളൊക്കെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ ഉടനെ വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഏതാണ് ആവശ്യം, ഏതാണ് ആവശ്യമില്ലാത്തതെന്നൊക്കെ. അദ്ദേഹം പറയുന്നൊരു കാര്യം, ധർമ്മം അധർമ്മം എന്നതിനെക്കുറിച്ച് പ്രസംഗിക്കലല്ല വേണ്ടത്. മാതാപിതാക്കൾ കുട്ടികളുടെ മനസ്സിലെ ധർമ്മോമീറ്റർ ശക്തിപ്പെടുത്തിയെടുക്കണം, അത് വളർത്തിയെടുക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ ഒരു അശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ പോലെയാണത്. അവരെന്താ പറയുന്നത്? നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇത് ഞങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ എന്താണ് മാതാപിതാക്കൾ പറയേണ്ടത്? അതാണ് ഈശോ ഇന്നത്തെ ഗോസ്പലിൽ പറയുക, മിണ്ടരുത്, അവനെ വിട്ടുപോ. അപ്പോൾ ശരിക്കും മാതാപിതാക്കളാണ് അവിടെ മനസ്സിലെ ധർമ്മോമീറ്റർ ശക്തിപ്പെടുത്തേണ്ടത്. മിണ്ടരുത്, അവനെ വിട്ടു പോകുന്നു പറയാനുള്ള ചങ്കൂറ്റം, ധൈര്യം, ധാർമ്മികത അത് പാരൻസ് സ്വന്തമാക്കണം.